സോ ട്രാൻസ്ലേഷൻ്റെ പിക്ചറാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് നമ്മളൊരു പിക്ചറിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് നമ്മുടെ mRNA സീക്വൻസിൽ ആദ്യം വന്ന് റൈബോസോം ഫോം ചെയ്യണം. സോ റൈബോസോം വന്ന് ആദ്യത്തെ ഇനീഷ്യേറ്റർ കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്ത് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവുന്നു. സോ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവാനായിട്ട് ആദ്യം കാണുന്ന കോഡോൺ AUGക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു tRNA കോംപ്ലക്സ് വരുന്നു. മെത്തിയോണൈൻ tRNA കോംപ്ലക്സ് വന്ന് അതും നമ്മുടെ mRNAയുടെ ഇനീഷ്യേറ്റർ കോഡോണുമായിട്ട് കോഡോൺ ആൻറ്റി കോഡോൺ ഇൻറ്ററാക്ഷൻ നടന്ന് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ ലാർജ് സബ് യൂണിറ്റ് വന്ന് അവിടെ ബൈൻഡ് ചെയ്ത്. അപ്പോൾ റൈബോസോം എന്തായി? ആക്ടിവേറ്റഡ് ആയി, പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ റൈബോസോം മൂവ് ചെയ്യുന്നു. ആദ്യത്തെ കോഡോൺ ഇപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇത് ആദ്യത്തെ കോഡോൺ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോഡോൺ UUG GG, അങ്ങനെ ഓരോ കോഡോണിലേക്കും ട്രിപ്ലെറ്റ് കോഡോണിലേക്കും അത് ഈ റൈബോസോം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ആ സ്മോൾ സബ് യൂണിറ്റിൽ P സൈറ്റിലാണ് ആദ്യത്തെ tRNA വന്ന് ബൈൻഡ് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ A സൈറ്റിലാണ് ഓരോ അമിനോ ആസിഡും വന്ന് ആഡ് ചെയ്യുന്നത്. സോ ഇതാണെങ്കിൽ നമ്മുടെ A സൈറ്റ് എന്ന് പറയാം നമുക്കതേ, ഈ GUU A സൈറ്റ്, അതുപോലെ GCA ഇതിനെ നമുക്ക് P സൈറ്റ് എന്ന് പറയാം, പെപ്റ്റിഡൈൽ സൈറ്റ്. ഈ പറഞ്ഞ GCA എന്ന് പറഞ്ഞത് പെപ്റ്റിഡൈൽ സൈറ്റ്, അതുപോലെ CAA എന്ന് പറഞ്ഞത് ഈ സൈറ്റാണ് നമ്മുടെ അമിനോ അസൈൽ സൈറ്റ്. സോ GUU അതിന് കറസ്പോണ്ടിങ് ആയിട്ട് CAA, അതുപോലെ ഈ പറഞ്ഞ GCA അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNAയിൽ കാണുന്ന ആൻറ്റി കോഡോൺ ലൂപ്പിലുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ A സൈറ്റ്, P സൈറ്റ്, E സൈറ്റ്. ഈ സൈറ്റിൽ നിന്ന് tRNA എക്സിറ്റ് ചെയ്ത് പോകുന്നത് കാണാം. സോ ആദ്യം വന്ന tRNA പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം രണ്ട് tRNAകൾ തമ്മിലുള്ള അമിനോ ആസിഡുകൾ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം അതിന് തൊട്ട് മുമ്പത്തെ tRNA P സൈറ്റിൽ നിന്ന് ഈ സൈറ്റിലേക്ക് പോയി എക്സിറ്റ് ആയിട്ട് പോകുന്നു. ബിക്കോസ് ഇനി ആ tRNAയുടെ ആവശ്യമില്ല. സോ ഈ പറഞ്ഞ രണ്ട് tRNA, അപ്പോൾ അതിനു മുമ്പ് വന്ന tRNA എന്താണ്, തൊട്ട് മുമ്പത്തെ tRNA അതിനു മുമ്പ് ഓരോ അമിനോ ആസിഡുകളെയും കണക്ട് ചെയ്ത് ഇതാണ് ഗ്രോയിങ് പോളിപെപ്റ്റൈഡ് ചെയിൻ. പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അമിനോ ആസിഡുകളും പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ചാർജ്ഡ് tRNAകൾ ഒരുമിച്ച് വന്നപ്പോൾ അവരുടെ ബോണ്ട് ഹൈലി ചാർജ്ഡ് ആയതുകൊണ്ട്, വീക്ക് ബോണ്ട് ആയതുകൊണ്ട് അവർ എനർജി റിലീസ് ചെയ്തിട്ടാണ് രണ്ട് അമിനോ ആസിഡുകൾ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തത്. സോ ഈ പറഞ്ഞ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ A സൈറ്റിൽ നിന്നുള്ള tRNA എലോങ് വിത്ത് അതിനു മുമ്പുള്ള അമിനോ ആസിഡുകളുമായിട്ട് P സൈറ്റിലേക്ക് മാറുകയും A സൈറ്റ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. സോ പുതിയ tRNA കോംപ്ലക്സ് ചാർജ്ഡ് tRNA അമിനോ അസൈലേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡുമായിട്ട് അതിൻ്റെ ആൻറ്റി കോഡോൺ ലൂപ്പിലുള്ള ആ ബേസ് സീക്വൻസ്, നൈട്രോജിനസ് ബേസ് സീക്വൻസുമായിട്ട് വന്ന് ഇവിടെ കോഡ് ചെയ്യാൻ നോക്കുന്നു. സോ ആൻറ്റി കോഡോൺ ഇൻറ്ററാക്ഷൻ. സോ A സൈറ്റ്, P സൈറ്റ്, E സൈറ്റ്. സോ അടുത്തത് വരുന്നു. സോ ഈ പറഞ്ഞ tRNAയിലുള്ള അമിനോ ആസിഡുമായിട്ട് ഇത്രയും ഗ്രോയിങ് പോളിപെപ്റ്റൈഡുമായിട്ട് അതിന് തൊട്ട് മുമ്പത്തെ tRNAയ്ക്ക് കൈമാറിക്കൊണ്ട് ഈ tRNA എക്സിറ്റ് ആവുന്നു. വീണ്ടും അടുത്ത tRNA വരുന്നു. ഈ tRNAയിലുള്ള ഈ അമിനോ ആസിഡും ഇതുമായി തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. വീണ്ടും ഈ കണക്റ്റഡ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ ആ മുമ്പുണ്ടായ tRNAയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിന് മുമ്പുള്ള tRNA എക്സിറ്റഡ് ആവുന്നു. സോ ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് റൈബോസോം എന്ത് ചെയ്യുന്നു? mRNAയുടെ എപ്പോഴാണോ ഒരു ടെർമിനേറ്റർ കോഡോണിലെത്തുന്നത് അവിടെ വെച്ച് അത് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ആവുന്നു. അതിന് സഹായിക്കുമ്പോൾ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ റിലീസ് ചെയ്യുന്നു. റൈബോസോമുകൾ അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അതിന് സഹായിക്കുന്നവരാണ് റിലീസ് ഫാക്ടേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മുടെ mRNAയിൽ. അതുപോലെ ഈ 5' എൻഡിന് മുമ്പും 3' എൻഡിന് ശേഷവും കാണുന്ന കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത കുറച്ച് സീക്വൻസുകളെ നമ്മൾ പറഞ്ഞു അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. അതുപോലെ ഈ പറഞ്ഞ റൈബോസോം മൂവ് ചെയ്ത് ടെർമിനേറ്റർ ഫാക്ടറിൽ എത്തുന്നവരെ ഈ പറഞ്ഞ ചെയിൻ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ ഫോം ചെയ്യുന്നു. അമിനോ ആസിഡുകൾ വരുന്നതിനനുസരിച്ച് ഫോം ചെയ്യുന്നു. സോ tRNAയുടെ ആൻറ്റി കോഡോണും mRNAയുടെ കോഡോണും തമ്മിൽ റിയാക്ഷൻ നടന്ന് രണ്ട് tRNA തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെ റൈബോസോം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.